പശ്ചിമേഷ്യ അഞ്ചാം നാളും അശാന്തം. ഇറാൻ ആക്രമണം തുടരുന്നു. ഗൾഫ് മേഖലയിൽ ആശങ്ക ഒഴിയുന്നുമില്ല. ഇറാൻ പരമോന്നത നേതാവായി ആരെ നിയമിച്ചാലും തീർത്ത് കളയുമെന്ന് ഇസ്രായേലിന്റെ ഭീഷണി. ഇറാൻ കപ്പലിലെ 87 നാവികരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ആക്രമണം പ്രത്യാക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സംയമനം പാലിക്കണമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. 63 വർഷത്തെ CPM ബന്ധം ഉപേക്ഷിക്കാൻ ജി സുധാകരൻ. വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ ആക്രമണം. 87 നാവികർ കൊല്ലപ്പെട്ടു. നിരവധി പേരെ കാണാതായി. IRIS ദേന ആക്രമിച്ചത് US അന്തർവാഹിനിയെന്ന് അമേരിക്ക. ആക്രമണം വിശാഖപട്ടണത്തെ സൈനിക അഭ്യാസത്തിന് ശേഷം മടങ്ങവേ. ഇറാനിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ US സഖ്യം. മരണം 1000 കടന്നു. കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13 വയസ്സുകാരി മരിച്ചു. സൗദി അരാംകോ റിഫൈനറിക്ക് നേരെ വീണ്ടും ആക്രമണ ശ്രമം. ഇന്ത്യയിലെ ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സഹായവുമായി റഷ്യ. 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ നൽകും. പാർട്ടി വിടാനൊരുങ്ങി ജി സുധാകരൻ. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കില്ലെന്നും പാർട്ടി നിരന്തരം അവഗണിച്ചെന്നും സുധാകരൻ. അനുനയിപ്പിക്കാൻ നേതൃത്വം. സുധാകരൻ നാളെ മാധ്യമങ്ങളെ കാണും. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥി. M സ്വരാജിനും MM മണിക്കും വേണ്ടിയുള്ള ജില്ലാ ഘടകങ്ങളുടെ ആവശ്യവും തള്ളി. PK ശശി ഒറ്റപ്പാലത്ത് വിമത സ്ഥാനാർത്ഥിയാകും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭയിലേക്കെന്ന് സൂചന. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും. മകൻ ഉപമുഖ്യമന്ത്രി. BJPയുടെ നിത്യാനന്ദ റായ് മുഖ്യമന്ത്രിയായേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ജയിൽ മോചിതനായി. പുറത്തിറങ്ങുന്നത് ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെ. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്ത് ED. തന്ത്രിയെ സാക്ഷിയാക്കിയേക്കും. മികച്ച വാർത്താ അവതാരക സ്വപ്ന B നായർ 15,000 രൂപ പ്രശസ്തി ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം, അമൃത ടെലിവിഷൻ. സംസ്ഥാന ടെലിവിഷൻ അവാർഡ് തിളക്കത്തിൽ അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന B നായർ. മികച്ച ടെലിസീരിയൽ അമൃത TVയും മഴയെത്തും മുൻപേയിൽ അഭിനയിച്ച കൃഷ്ണചന്ദ്രനും ശ്രീധന്യയും മികച്ച നടീ നടന്മാർ. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിച്ചവർക്ക് നന്ദി സന്ദേശം അയക്കാൻ അനുവാദം തേടി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. സംഭാവന നൽകിയവർക്ക് നന്ദി അറിയിക്കുന്നതിന് സ്പാർക്കിലെ ഡാറ്റ ഉപയോഗിക്കുന്നില്ലെന്ന് സർക്കാർ. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് വീണ്ടും ഹൈക്കോടതി സ്റ്റേ. പട്ടയ വിതരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് സർക്കാരിനോട് കോടതി. T20 ലോകകപ്പിൽ ന്യൂസിലാൻഡ് ഫൈനലിൽ. സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിന് തകർത്തു. ലോകകപ്പിലെ വേഗമേറിയ സെഞ്ചുറി നേടി ഫിൻ അലൻ. 100 റൺസ് തികച്ചത് 33 പന്തിൽ നിന്നും. പശ്ചിമേഷ്യ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അർജന്റീന സ്പെയിൻ ഫൈനലിസിമ മത്സരം അനിശ്ചിതത്വത്തിൽ. വേദി ദോഹയിൽ നിന്നും ലണ്ടനിലേക്ക് മാറ്റാൻ സാധ്യത. മലയാളം ഇനി ഭരണഭാഷ. സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയ മലയാള ഭാഷാ ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ അംഗീകാരം നൽകിയതോടെ നിയമം പ്രാബല്യത്തിലാകും. സ്റ്റോറി ഓഫ് ദി ഡേ. ഇഷ്ടം കൂടാം ഇടയാത്ത കൊമ്പനോട്. ശ്രീലങ്കൻ തീരത്ത് ഇറാനിയൻ കപ്പൽ തകർത്തത് അമേരിക്കയെന്ന് സ്ഥിരീകരണം. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയാണ് ഇത് സ്ഥിരീകരിച്ചത്.
IRIS ദേന എന്ന യുദ്ധക്കപ്പൽ ആണവ അന്തർവാഹിനി ഉപയോഗിച്ചാണ് തകർത്തത്. 87 നാവികർ കൊല്ലപ്പെട്ടു. അപായ സന്ദേശം കിട്ടിയതോടെ ശ്രീലങ്കൻ നാവികസേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 30ഓളം ഇറാനിയൻ നാവികരെ രക്ഷപ്പെടുത്തി. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുന്നു. തുടർച്ചയായ 5-ാം ദിവസവും ഇസ്രായേൽ ഇറാൻ ആക്രമണ പ്രത്യാക്രമണം തുടരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നതായാണ് റിപ്പോർട്ടുകൾ. അപ്പോഴും ഉയരുന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല. എപ്പോൾ യുദ്ധവെറി അടങ്ങും എന്നത് റിപ്പോർട്ടിലേക്ക്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉൾപ്പെടെ പ്രതിരോധ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം തുടരുകയാണ്. ഇസ്ഫഹാൻ, ക്വാം, ഉർമിയ നഗരങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ പ്രധാന കേന്ദ്രങ്ങൾക്ക് പുറമെ ലെബനോനിലും ഇസ്രായേൽ കനത്ത ബോംബാക്രമണം തുടരുകയാണ്. US മനുഷ്യാവകാശ സംഘടനയായ ഹരാനയുടെ കണക്കുകൾ പ്രകാരം ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. അതിനിടെ ശ്രീലങ്കൻ തീരത്ത് ഇറാനിയൻ കപ്പൽ US അന്തർവാഹിനി ആക്രമിച്ചു. ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേനയാണ് ആക്രമിക്കപ്പെട്ടത്. കപ്പൽ ആക്രമിച്ചത് തങ്ങളാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് സ്ഥിരീകരിച്ചു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഗാലയിലാണ് 180 പേരടങ്ങുന്ന ഇറാനിയൻ കപ്പലിന് നേരെ US ടോർപിഡോ അറ്റാക്ക് നടത്തിയത്. വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന മൗഡ്ജ് ക്ലാസ് യുദ്ധക്കപ്പലാണ് ഐറിസ് ദേന. യുദ്ധം തീവ്രമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വിലാപയാത്രയും അനുസ്മരണ ചടങ്ങുകളും താൽക്കാലികമായി മാറ്റിവെച്ചു. ഖമനിയുടെ സംസ്കാരം ഇറാൻ നഗരമായ മഷാദിൽ നടത്താനാണ് ഇടക്കാല ഭരണസമിതിയുടെ തീരുമാനം. എന്നാൽ സംസ്കാര തീയതി സംബന്ധിച്ച് ധാരണയിലെത്തിയിട്ടില്ല. സംഘർഷം കടുത്തതോടെ പശ്ചിമേഷ്യയിലെ തങ്ങളുടെ 3 എംബസികൾ അടച്ചുപൂട്ടുന്നതായി US അറിയിച്ചു. മേഖലയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണവും കുറച്ചിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാർ എത്രയും പെട്ടെന്ന് ഇറാൻ വിടണമെന്ന കർശന നിർദ്ദേശവും നൽകി. UAE, സൗദി അറേബ്യ, ജോർദാൻ എന്നിവിടങ്ങളിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് ചാർട്ടേഡ് വിമാന സൗകര്യം ഒരുക്കുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ പുതിയ നേതാവിനെയും വധിക്കുമെന്ന് ഇസ്രായേലും ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്ന ഇന്ധന പ്രതിസന്ധി പരിഹരിക്കാൻ സഹായഹസ്തവുമായി റഷ്യ ഇന്ത്യക്ക് 95 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എത്തിച്ചു നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ തീരത്തിനടുത്തുള്ള കപ്പലുകളിലുള്ള എണ്ണ അടുത്ത ആഴ്ചകളിൽ തന്നെ ഇന്ത്യയിലെത്തുമെന്നാണ് വിവരം. ഗ്യാസ് വിതരണത്തിലും റഷ്യൻ സഹായം ലഭിച്ചേക്കും. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇറക്കുമതി തടസ്സപ്പെട്ടതോടെയാണ് ഇന്ധന പ്രതിസന്ധി ഉണ്ടായത്. ഖത്തറിൽ നിന്നുമുള്ള LNG വിതരണം നിലച്ചതോടെ ഗ്യാസിന്റെ ക്ഷാമവും നേരിടുന്നുണ്ട്. നിലവിലെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരം ഏകദേശം 50 ദിവസത്തെ ആവശ്യത്തിന് മാത്രമേ തികയുകയുള്ളൂവെന്ന് കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ശേഖരവും പരിമിതമാണ്. റാസ് താനുറ ഓയിൽ റിഫൈനറിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമത്തെ പ്രതിരോധിച്ചുവെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് വ്യോമാതിർത്തിയിൽ കടന്ന ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിച്ചുവെന്ന് കുവൈറ്റ് ആർമിയും അറിയിച്ചു. എയർ അറേബ്യ ഫ്ലൈറ്റുകൾ മാർച്ച് 9 വരെ സർവീസ് ഉണ്ടാകില്ല എന്നതാണ് പുതിയ അറിയിപ്പ്. അബുദാബിയിലെ US എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കില്ല എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു. കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും നൽകാൻ മിഡിൽ ഈസ്റ്റിൽ നിന്നും ശ്രീരാജ് കൈമൾ ചേരുന്നുണ്ട്. ശ്രീരാജ്, ഇന്ന് നമ്മളെ ഏറെ വേദനിപ്പിച്ച അല്ലെങ്കിൽ സങ്കടകരമായ ഒരു വാർത്ത പുറത്തു വന്നത് കുവൈറ്റിൽ ഡ്രോൺ അവശിഷ്ടങ്ങൾ വീണ് 13-കാരി മരിച്ചു എന്നുള്ളതാണ്. റമദാൻ മാസമാണ്, ഏറെ വേദനാജനകമാണ് ഈ ഒരു വാർത്ത. ഒപ്പം മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തിക്കില്ല. ദുബായിലെ US എംബസിയും അങ്ങനെ തന്നെയാണ്. ഒപ്പം ഈ ഫ്ലൈറ്റുകളുടെ കാര്യത്തിലും ഒരു വ്യക്തത വരുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ് ഏറ്റവും പുതിയത്? ുള്ളത് അബുദാബിയിലെ US എംബസിയും ദുബായിലെ US കോൺസുലേറ്റുമാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അതൊരു തിരുത്താണത്. മറ്റൊന്ന് പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരാഗ്ചിയുമായി ഫോണിൽ സംസാരിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണെന്നുള്ള ഇറാന്റെ വാദത്തെ ഖത്തർ അതിശക്തമായി തന്നെ തള്ളിയിരിക്കുകയാണ്. ഒപ്പം ഖത്തറിന് മേലെ നടന്നിട്ടുള്ള ആക്രമണങ്ങളെല്ലാം അതല്ല സൂചിപ്പിക്കുന്നതെന്നും ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന നിലയ്ക്കാണ് കാണുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇറാനിയൻ
ഇറാന്റെ വിദേശകാര്യമന്ത്രി അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇറാന്റെ നിലപാടുകൾ സംഘർഷം ലഘൂകരിക്കുന്നതിനോ പരിഹാരത്തിനോ ഉള്ള ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നില്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. മറിച്ച് അയൽ രാജ്യങ്ങളെ ദ്രോഹിക്കാനും തങ്ങളുടേതല്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് അവരെ വലിച്ചിഴക്കാനുമാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കാലാവധി അവസാനിച്ചതും ഉടൻ അവസാനിക്കുന്നതുമായ സന്ദർശക വിസ 1 മാസം കൂടി കുവൈറ്റ് നീട്ടി നൽകി എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വരുന്നത്. രാജ്യത്തിന് പുറത്തുള്ള റെസിഡൻസിന് ആബ്സെൻസ് പെർമിറ്റ് ഒരു 3 മാസം വരെ നീട്ടി നൽകുമെന്നും കുവൈറ്റ് അറിയിക്കുന്നുണ്ട്. UAE വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിനകത്ത് ഒരു അപ്ഡേറ്റ് ഉണ്ട്. അത് 23-ാം തീയതി ആയിരിക്കും ഇനി മുതൽ നേരിട്ടുള്ള പഠനം ആരംഭിക്കുക എന്നുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത്. 9 മുതൽ അതായത് ഈ മാസം 9-ാം തീയതി വരെ വിദൂര വിദ്യാഭ്യാസ രീതിയായിരുന്നു പിന്തുടരാൻ ഉദ്ദേശിച്ചിരുന്നത്. 9-ാം തീയതി സ്കൂളുകൾ അടയ്ക്കുമെന്നും 23-ാം തീയതി ക്ലാസുകൾ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നത് ഈ വ്യോമ പ്രതിരോധ സംവിധാനം UAE-യുടേത് എത്ര ഫലപ്രദമാണെന്ന് തെളിയിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് UAE-യുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ന് 3 ബാലിസ്റ്റിക് മിസൈലുകളും 129 ഡ്രോണുകളും പ്രതിരോധിച്ചതായാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. മൊത്തം ആകെ 78 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു വിവരം കൂടി ആകെ ഈ സംഘർഷം തുടങ്ങിയതിനു ശേഷം UAE-യിൽ 78 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു വിവരം കൂടി UAE-യുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. 3 പേരാണ് മരിച്ചത്. മറ്റൊന്ന് ഒമാൻ തുറമുഖത്ത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ഒരു കണ്ടെയ്നർ കപ്പലിൽ പ്രൊജക്ടൈൽ ഇടിച്ചതായി ഒരു അറിയിപ്പ് വരുന്നുണ്ട്. അത് ബ്രിട്ടീഷ് മാരിടൈം ഏജൻസിയാണ് അറിയിക്കുന്നത്. എഞ്ചിൻ റൂമിൽ തീപിടുത്തം ഉണ്ടായെന്നും മറ്റ് കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമാണ് അതിൽ പറയുന്നത്. പിന്നൊന്ന് പ്രധാനമായുള്ളത് UAE-യുടെ ആവർത്തിച്ചുള്ള ചില മുന്നറിയിപ്പുകളാണ്. അതായത് വ്യാജ വീഡിയോ, പഴയ ദൃശ്യങ്ങൾ എന്നിവയൊക്കെ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പൊതുജനങ്ങൾക്കൊരു നിർദ്ദേശം നൽകുകയാണ്. UAE കിംവദന്തികളും വ്യാജമായി നിർമ്മിച്ച വീഡിയോകളും വിശ്വസിക്കരുതെന്നും UAE-യുടെ സൈബർ സുരക്ഷാ കൗൺസിൽ അറിയിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രചരിപ്പിച്ചാൽ കനത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി UAE നൽകുന്നുണ്ട്. പൊതുവെ ഒരു സമാധാനപൂർണമായ ഒരു അവസ്ഥയായിരുന്നു ഗൾഫ് രാജ്യങ്ങളെന്ന് പറയാം. ഈ പറഞ്ഞ ചില ആക്രമണങ്ങൾ പ്രതിരോധിക്കപ്പെട്ടത് ഒഴിച്ചാൽ പൊതുവെ ഒരു സമാധാനപരമായ ഒരു സാഹചര്യമായിരുന്നു ഇന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ തിരുത്ത് ഒന്നുകൂടി പറയുകയാണ്. അബുദാബിയിലെ US എംബസിയും ദുബായിലെ US കോൺസുലേറ്റുമാണ് അറിയിപ്പുണ്ടാകുന്നവരെ പ്രവർത്തിക്കില്ലെന്ന് അറിയിച്ചത്. നമ്മൾ അങ്ങനെ ഒരു തിരുത്തുണ്ട്. അതൊന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്. അശ്വതി. തീർച്ചയായും മിഡിൽ ഈസ്റ്റിലെ വിശദമായ വിവരങ്ങളാണ് ശ്രീരാജ് കൈമൾ പങ്കുവച്ചത്. കടുപ്പിക്കുകയാണോ സുധാകരൻ? 63 വർഷമായി തുടരുന്ന CPM ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു സുധാകരൻ. താൻ പരിഗണന അർഹിക്കുന്നില്ല എന്ന MV ഗോവിന്ദന്റെ പരാമർശം ശരിയായില്ലെന്ന് സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. പാർട്ടിയിൽ തുടർന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാൻ തനിക്ക് ആഗ്രഹമില്ല. മെമ്പർഷിപ്പ് പുതുക്കില്ല. നാളെ സുധാകരൻ മാധ്യമങ്ങളെ കാണും. വിശദമായ റിപ്പോർട്ടിലേക്ക്. സുധാകരൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ല എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിന്റെ വീഡിയോ അടക്കം പങ്കുവച്ചാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPM അംഗത്വം പുതുക്കില്ല എന്നും നേതാക്കളെ ബുദ്ധിമുട്ടിച്ച് പാർട്ടിയിൽ തുടരാനില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന്റെയും ഭാഗത്തു നിന്നുമുണ്ടാകുന്ന തുടർച്ചയായ അവഗണനയും പരിഹാസവുമാണ് തന്നെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് സുധാകരൻ കുറിച്ചു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ സ്വീകരിച്ച പരിഹാസ രൂപേണയുള്ള നിലപാടാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയ ശേഷം കഴിഞ്ഞ 5 വർഷമായി തന്നെ പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. അഴിമതിരഹിത പ്രതിച്ഛായയുള്ള തന്നോട് കാണിക്കുന്നത് ക്രൂരമായ അനീതിയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണങ്ങളിൽ നേതൃത്വം മൗനം പാലിച്ചതും വല്ലാതെ വേദനിപ്പിച്ചു എന്നും കുറിപ്പിൽ പറയുന്നു. മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അമൃത വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലും ഇത്തവണ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അതിനുശേഷം പൂർണ്ണ വിശ്രമത്തിലേക്ക് കടക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിഷേധിക്കേണ്ട കാര്യം അത് 1 മാസം മുമ്പാണത് പറഞ്ഞത്. തീരുമാനം എടുത്താൽ മത്സരിക്കുക എന്നുള്ള ഡിമാൻഡൊന്നുമല്ല എന്ന് ഉന്നയിച്ചത്. ഞാനങ്ങനെ അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുന്ന അവളുടെ അപൂർവം. ഇത്തവണ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞത്. ഇത് കഴിഞ്ഞാൽ മത്സരിക്കേണ്ട കാര്യമില്ല. മത്സരിക്കുകയാണെങ്കിൽ ലാസ്റ്റ് മത്സരമായിരിക്കും, ജയിക്കും എന്തായാലും. ആണല്ലോ ഒന്ന് പറയല്ലേ, അതുകൊണ്ടാണല്ലോ മുന്നോട്ട് വന്ന് പറയല്ലേ. എന്നാൽ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക തെളിഞ്ഞതോടെ
അവഗണന നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ സുധാകരൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നും വരും ദിവസങ്ങളിൽ വിശദമായി മാധ്യമങ്ങളെ കാണുമെന്നും സുധാകരന്റെ കുടുംബം അറിയിച്ചു. നേതൃത്വത്തിനോടുള്ള വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് സുധാകരൻ പാർട്ടി വിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന് കൂടുതൽ തലവേദന നൽകുമെന്നുറപ്പാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് ജി സുധാകരനെ അനുനയിപ്പിക്കാൻ CPM നേതൃത്വം ജില്ലാ സെക്രട്ടറി ആർ നാസർ ജി സുധാകരനുമായി ഫോണിൽ സംസാരിച്ചു. തന്റെ പ്രതിഷേധം സുധാകരൻ നാസറിനെ അറിയിച്ചു. അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകില്ലെന്ന് ആവർത്തിക്കുകയാണ് ജി സുധാകരൻ. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വവും ഇടപെട്ടേക്കും. അതിനിടെ പറവൂരിലെ തന്റെ വീട് പൂട്ടി ജി സുധാകരൻ. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വീട്ടിലെത്തിയതിനു പിന്നാലെയാണ് ഗേറ്റ് പുറത്തുനിന്നും പൂട്ടിയത്. പക്വതയും അനുഭവ പാരമ്പര്യവുമുള്ള നേതാവാണ് ജി സുധാകരനെന്നും അദ്ദേഹം MV ഗോവിന്ദനെ വിമർശിക്കുമെന്ന് കരുതുന്നില്ല എന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. സംസ്ഥാന സെക്രട്ടറി നല്ല പക്വതയും കുറെ അനുഭവങ്ങളും ഒക്കെയുള്ള സഖാവാണ്. ആ നിലയിൽ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഒന്നിച്ച് വന്നവരാണ്. യൂത്തിൽ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹം എൻ്റെ കമ്മിറ്റിയിലെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞില്ലോ. ഞങ്ങൾക്ക് ഒരുപാട് കാലത്ത് അനുഭവങ്ങളുണ്ട്. ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന സഖാവായിരിക്കില്ല അദ്ദേഹം. ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ നാടിനെ ശക്തിപ്പെടുത്തുന്ന ജനകീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. പാർട്ടി അംഗത്വം പുതുക്കാനും പുതുക്കാതിരിക്കാനും ഓരോരുത്തർക്കും അവകാശമുണ്ടെന്നും അംഗത്വം പുതുക്കിയില്ലെങ്കിലും ജി സുധാകരന് പാർട്ടി അനുഭാവിയായി തുടരാനാകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. അനുഭാവികളായി തുടരുന്നവർ ആരും പാർട്ടി വിരുദ്ധരല്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. CPM-ന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് അതിന്റെ ഒരു സംഘടനാപരമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാൻ അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. അതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനോ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമേ മെമ്പർഷിപ്പ് പുതുക്കുന്ന പ്രക്രിയ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാതെ, മെമ്പർഷിപ്പിന്റെ സ്കൂട്ടനി പൂർത്തീകരിക്കാതെ പാർട്ടി മെമ്പർഷിപ്പിന്റെ എന്താണ് നില എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. CPM ബന്ധം ഉപേക്ഷിച്ച് PK ശശി ഒറ്റപ്പാലത്ത് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട്. UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ കോൺഗ്രസ് ലീഗ് നേതാക്കളുമായി ശശി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സൂചന. എന്നാൽ ശശിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം ശക്തമായ എതിർപ്പുയർത്തിയിട്ടുണ്ടെന്ന വാർത്തയും വരുന്നുണ്ട്. CPM-മായി അകന്നു നിൽക്കുന്നതിനിടയിലാണ് PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. CPM-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നു. CPM സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ നേതൃത്വം നൽകിയ ശുപാർശകൾ തള്ളി സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പേരാവൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കും. തളിപ്പറമ്പിൽ PK ശ്യാമളയെ മാറ്റണമെന്ന പ്രാദേശിക വികാരം കണക്കിലെടുത്തില്ല. M സ്വരാജിനും MM മണിക്കും വേണ്ടിയുള്ള ജില്ലാ ഘടകങ്ങളുടെ ആവശ്യവും തള്ളി. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മത്സരിക്കും. നാളെ ചേരുന്ന CPM സംസ്ഥാന സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും. CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജില്ലാ ഘടകങ്ങൾ നിർദ്ദേശിച്ച പല പേരുകളിലും മണ്ഡലങ്ങളിലും വിയോജിപ്പുകൾ ഉയർന്നിരുന്നു. കണ്ണൂർ ഘടകം നിർദ്ദേശിച്ച പട്ടികയിൽ തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ പേരിലെ എതിർപ്പ് CPM അനുഭാവികൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യമാക്കിയിരുന്നു. മട്ടന്നൂർ കിട്ടാത്തതിലെ വിയോജിപ്പ് KK ശൈലജ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പേരാവൂർ നിർദ്ദേശിച്ചെങ്കിലും ജില്ലാ ഘടകത്തിലും ചില തർക്കങ്ങളുണ്ടായിരുന്നു. MM മണിയുടെയും M സ്വരാജിന്റെയും പേരുകൾ ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശിച്ചതും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെട്ടിയിരുന്നു. പലതിലും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ ഘടകത്തിലെ എതിർപ്പുകൾ കണക്കിലെടുത്തില്ല. പേരാവൂരിൽ KK ശൈലജ തന്നെ സ്ഥാനാർത്ഥിയാകും. തളിപ്പറമ്പിൽ PK ശ്യാമളയും മത്സരിക്കും. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണനും ജനവിധി തേടും. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രനും തൃപ്പൂണിത്തുറയിൽ KN ഉണ്ണികൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. പ്രാദേശികമായി ഉയരുന്ന വിയോജിപ്പുകളെ പ്രാദേശികമായി തന്നെ കണ്ടാൽ മതിയെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൊതുവായി വിലയിരുത്തി. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകാൻ നാളെ സംസ്ഥാന സമിതി ചേരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. അതേസമയം സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കങ്ങളില്ല എന്നും ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നും കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി. വിജ്ഞാപനം വന്നാൽ തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നും LDF കൺവീനർ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി വരികയാണ്. സീറ്റ് വിഭജന ചർച്ച തുടരുന്നുണ്ട്. മുന്നണിയിലെ എല്ലാ പാർട്ടികളും വളരെ സംതൃപ്തമായ നിലയിലാണ് പ്രശ്നങ്ങളെ സമീപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. തീയതി പ്രഖ്യാപിക്കുന്ന ദിവസം ഇപ്പോഴും അവ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഓരോ പാർട്ടിക്കും വിഭജിച്ച് നൽകിയ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകമായി പ്രഖ്യാപിക്കും. പ്രാദേശികമായ വിയോജിപ്പുകൾ പാർട്ടിയുടെ ഉറച്ച കോട്ടകളിൽ ജനവിധിയെ ബാധിക്കില്ല എന്ന് തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നത്. പക്ഷേ കണ്ണൂർ ഘടകത്തിലെ എതിർപ്പുകൾ എത്ര കണ്ട് അവഗണിക്കാനാകും എന്നതും ഒരു ചോദ്യമാണ്. അതിനു പുറമെ G സുധാകരന്റെയും PK ശശിയുടെയും നിലപാടുകളും CPM-ന് തിരിച്ചടിയാകും. വിശദമായ വിവരങ്ങൾ നൽകാൻ അൺഫിലിറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അൺഫിലിറ്റ്, പേരാവൂരിലേക്ക് എത്തുന്നതിൽ KK ശൈലജയ്ക്ക് അതൃപ്തിയുണ്ട്. അത് പരസ്യമായി കണ്ടതുമാണ്. തളിപ്പറമ്പിൽ PK ശ്യാമള എത്തുന്നതിൽ ജില്ലാ ഘടകത്തിന് എതിർപ്പുണ്ട്. ഈ പ്രതിസന്ധിയും എതിർപ്പും ഒക്കെ മറികടന്ന് തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണോ? ഒപ്പം നാളെ സംസ്ഥാന സമിതിയൊക്കെ ചേരുന്നുണ്ട്. മറ്റ് എന്തൊക്കെ ചർച്ചകളാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്? അൺഫിലിറ്റ്. അശ്വതി, തീർച്ചയായും പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഉയരുന്ന എതിർപ്പുകളൊന്നും തന്നെയും വലിയ രീതിയിൽ കണക്കിലെടുക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന ഘടകം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പ്രാദേശികമായി ഉയരുന്ന വികാരങ്ങൾ അതൊരു പ്രാദേശിക തലത്തിൽ മാത്രം നിൽക്കും. അത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കില്ല. കാരണം അത് ഉറച്ച കോട്ടകളിലാണ് ഈ തർക്കമുള്ളത്. പാർട്ടിയുടെ ഉറച്ച കോട്ടകളിലൊന്നും തന്നെയും ഈ ജനവിധിയെ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് CPM-ന്റെ സംസ്ഥാന ഘടകത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക ഘടകത്തിൽ വിയോജിപ്പുള്ള എതിർപ്പുള്ള പേരുകളിലൊന്നും തന്നെ ഒരു മാറ്റം വരുത്താൻ CPM സംസ്ഥാന നേതൃത്വം തയ്യാറാകാത്തത്. പ്രത്യേകിച്ച് PK ശ്യാമള, തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെയും MV ഗോവിന്ദൻ്റെ പേര് ഉൾപ്പെടെ ഉയർത്തിക്കാടി. MV ഗോവിന്ദന് നേരെയാണ് ഈ പരിഹാസമൊക്കെ ഉയരുന്നത്. അങ്ങനെ പരിഹാസം ഉണ്ടാകുന്നത് മുഴുവൻ തന്നെ CPM-ന്റെ സൈബർ ഇടങ്ങളിൽ നിന്നാണ് ഉയരുന്നത് പോലും. പക്ഷേ ആ ഒരു വികാരം പോലും വലിയ രീതിയിൽ കണക്കിലെടുക്കേണ്ടതില്ല എന്നും സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുന്നു. പക്ഷേ അപ്പോഴും ഈ കണ്ണൂർ പോലുള്ളൊരു പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന ഈ CPM ഘടകങ്ങളിൽ തന്നെ ഉയരുന്ന പ്രാദേശിക വികാരത്തേക്ക് എങ്ങനെ മറികടക്കാനാകുമെന്നുള്ളത് പക്ഷേ അതൊന്നും തന്നെ ഒരു വിഷയമല്ല എന്നാണ് CPM ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതൊക്കെ മാറുമെന്ന് CPM ചിന്തിക്കുന്നു. അതിന് പറയുമ്പോൾ G സുധാകരനും ഒപ്പം തന്നെ PK ശശിയും ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഇവർ രണ്ട് നേതാക്കളും പ്രബലരായ നേതാക്കൾ തന്നെയാണ്. ഇവരൊരു പക്ഷേ സ്വതന്ത്രമായ നിലപാടുകളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ മറ്റൊരു വെല്ലുവിളിയായി CPM-ന് മാറുന്നു. പക്ഷേ ഇത്തരം വെല്ലുവിളികളൊക്കെ അതിജീവിക്കാനാകുമെന്ന് CPM ഇപ്പോഴും കരുതുകയാണ്. ഇതിന് പുറമെയാണ് ഇടതുമുന്നണി ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ. അതിൽ കേരള കോൺഗ്രസുമായുള്ള ചർച്ചയാണ് ഉടക്കി നിൽക്കുന്നത്. 13 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. അതോടൊപ്പം തന്നെ ആന്റണി രാജുവിൻ്റെ കേസിൻ്റെ വിധി ആശ്രയിച്ചായിരിക്കും തിരുവനന്തപുരം സീറ്റ് ആന്റണി രാജുവിന് നൽകണമോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ അതടക്കം വളരെ വേഗത്തിൽ തന്നെ ഇടതുമുന്നണിയിലും ഒപ്പം തന്നെ CPM-ലും സ്ഥാനാർത്ഥി തന്നെ ചർച്ചകളുമായി തകൃതിയായി തന്നെ മുന്നോട്ട് പോകുന്നു. വിജ്ഞാപനം വരുന്ന ഉടൻ തന്നെ പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അശ്വതി. ശരി, വിശദമായ വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്. ബീഹാർ രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റത്തിന് കളമൊരുങ്ങുന്നു. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് മാറുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നതോടെ മുഖ്യമന്ത്രി പദം BJP ഏറ്റെടുക്കുമെന്നും സൂചനകൾ പുറത്തുവരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ്, സമ്രാട് ചൌധരി, വിജയകുമാർ സിൻഹ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ധാരണയെന്നാണ് സൂചന. ബീഹാർ രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ സാന്നിധ്യമായ നിതീഷ് കുമാർ തന്റെ തട്ടകം ഡൽഹിയിലേക്ക് മാറ്റാൻ തയ്യാറെടുക്കുകയാണ്. ഈ മാസം നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നാളെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കും. NDA മുന്നണി വീണ്ടും അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് നിർണായകമായ മാറ്റം. നിതീഷ് കുമാറിന് കേന്ദ്ര മന്ത്രിസഭയിൽ നിർണായകമായ പദവി ലഭിച്ചേക്കും എന്നാണ് സൂചന. അതേസമയം നിതീഷ് കുമാറിന്റെ പിൻഗാമിയായി മകൻ
നിശാന്ത് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. നിശാന്തിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും ധാരണയായി എന്നാണ് വിവരം. ഏതു സാഹചര്യത്തിലാണ് നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് രാജ്യസഭയിലേക്ക് ചുവടുമാറുന്നു എന്നതിൽ വ്യക്തതയില്ല. നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം ഒഴിയുകയാണെങ്കിൽ 89 MLA-മാരുള്ള ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിക്കും. അങ്ങനെയെങ്കിൽ ഉപമുഖ്യമന്ത്രിയായ സാമ്രാജ് ചൗധരിയോ വിജയ്കുമാർ സിൻഹയോ ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രിയായേക്കും എന്നാണ് അഭ്യൂഹങ്ങൾ. മാർച്ച് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ നിതീഷ് കുമാർ ഡൽഹിയിലേക്ക് ചേക്കേറുന്നതോടെ ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാകും. നിതീഷിന്റെ ഈ നീക്കം ബീഹാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയ സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറും ജയിലിന് പുറത്തേക്ക്. ദ്വാരപാലക ശില്പക്കേസിൽ പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ നേരത്തെ കട്ടളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ A. പത്മകുമാറിന് കൂടി ജാമ്യം ലഭിച്ചതോടെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതികളുടെ എണ്ണം 8ആയി. ഇതിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പത്മകുമാറിനും ഉൾപ്പെടെ 6 പേർക്കാണ് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കഴിഞ്ഞ നവംബർ 20-നാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാർ അറസ്റ്റിലായത്. കേസിൽ റിമാൻഡിൽ കഴിയവേ ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പ കേസിലും പ്രതി ചേർത്ത് SIT അറസ്റ്റ് രേഖപ്പെടുത്തി. കട്ടളപ്പാളി കേസിൽ റിമാൻഡ് 90 ദിവസം പൂർത്തിയാക്കിയ പത്മകുമാറിന് ഫെബ്രുവരി 20-ന് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. തുടർന്നാണ് ദ്വാരപാലക ശില്പ കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കാൻ 5-ാം തീയതിയിലേക്ക് മാറ്റി. മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയ പശ്ചാത്തലത്തിലാണ് ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇനിയും നെല്ലും പതിരും തിരിച്ചറിഞ്ഞിട്ടില്ല. കേസിൽ ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. ED രജിസ്റ്റർ ചെയ്ത കേസിൽ തന്ത്രിയെ സാക്ഷിയാക്കിയേക്കും എന്നതാണ് സൂചന. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ED ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ED അന്വേഷിക്കുന്നത്. SIT രജിസ്റ്റർ ചെയ്ത കേസിൽ 41 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം അടുത്തിടെയാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. കേസിൽ തന്ത്രിയെ സാക്ഷിയാക്കിയേക്കും. ആകെ 28 പേരാണ് ED പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നടൻ ജയറാം ഉൾപ്പെടെ കേസിൽ സാക്ഷികളായവരെ കഴിഞ്ഞ ആഴ്ചകളിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ എൻഫോഴ്സ്മെന്റ് അധികൃതർ കഴിഞ്ഞ ദിവസം 7 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. 3 മാസത്തോളം ജയിലിലായിരുന്ന N. വാസുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു EDയുടെ ചോദ്യം ചെയ്യൽ. ഇതുവരെ രേഖപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ED തുടർ നടപടികൾ സ്വീകരിക്കുക. അമൃത ന്യൂസ്, കൊച്ചി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ രാജിവെച്ചു. AV ഗോപിനാഥനെ ചെയർമാനാക്കാനാണ് രാജി. മാർച്ച് 14-നാണ് ചെയർമാന്റെ കാലാവധി തീരുന്നത്. CPM നടത്തിയ അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ് AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി നിയമിക്കുന്നത്. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിലെ മുൻ കോൺഗ്രസ് നേതാവാണ് AV ഗോപിനാഥ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടും തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ CPMലെ ചില നേതാക്കളാണെന്ന് AV ഗോപിനാഥ് ആരോപിച്ചിരുന്നു. അമൃത TVയെയും അമൃത ന്യൂസിനെയും സംബന്ധിച്ച് ഇന്ന് സന്തോഷമുള്ള ദിവസം കൂടിയാണ്. 33ാമത് സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ അമൃത TVക്ക് അവാർഡ് തിളക്കം. അമൃത TVയുടെ മഴയെത്തും മുൻപേ മികച്ച ടെലിസീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടനുള്ള പുരസ്കാരം അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണചന്ദ്രനും നടിക്കുള്ള പുരസ്കാരം ശ്രീധനിയും സ്വന്തമാക്കിയപ്പോൾ മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് അമൃത TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സ്വപ്ന B. നായർ അർഹയായി. മികച്ച ടെലി സീരിയൽ മഴയെത്തും മുമ്പ് അമൃത TV. സംവിധാനം ജിജോ വർഗീസ് ആന്റണി 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. നിർമ്മാണം അരുൺ രാജ് R 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. തിരക്കഥ ദിനേശ് പള്ളത്ത് 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മികച്ച നടൻ കൃഷ്ണചന്ദ്രൻ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. അത് ടെലി സീരിയൽ ടെലിഫിലിം. പരിപാടി മഴയെത്തും മുമ്പ് അമൃത TV. മികച്ച നടി ശ്രീധന്യ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. മഴയെത്തും മുമ്പ്
അമൃത TV. മികച്ച വാർത്താ അവതാരക സ്വപ്ന ബി നായർ 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും. പരിപാടി ഗുഡ് മോർണിംഗ് കേരളം അമൃത ടെലിവിഷൻ. 2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അമൃത TV പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. മികച്ച ടെലി സീരിയലായി തിരഞ്ഞെടുത്തത് അമൃത TV സംപ്രേഷണം ചെയ്ത മഴയെത്തും മുമ്പെയാണ്. എന്റെ നഷ്ടത്തിന്റെ വേദന ആയുഷ്കാലം എന്നെ കൊത്തിവലിക്കുന്നതാ. അതെനിക്ക് കൂട്ടിവെക്കാനുള്ളതല്ല ലക്ഷ്മി. സാരിങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒന്നും അവർക്ക് പറ്റില്ല. ആകാശം വെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ചാ അതിനുള്ള കരുത്തുണ്ട് സാരംഗിന്. മികച്ച സംവിധായകനായി ജിജോ വർഗീസ് ആന്റണിയും മികച്ച നിർമ്മാതാവായി അരുൺ രാജ് ആർ, തിരക്കഥാകൃത്തായി ദിനേശ് പള്ളത്തും മികച്ച നടനായി മഴയത്തും മുംബൈയിലെ അഭിനയത്തിന് അമൃത TV എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണചന്ദ്രനും നടിയായി ശ്രീധന്യയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അഭിനയത്തിനുള്ള ആദ്യ പുരസ്കാരമാണിതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും കൃഷ്ണചന്ദ്രൻ പറഞ്ഞു. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സന്തോഷം അത് പ്രത്യേകിച്ച് നമ്മുടെ അമൃത TVയുടെ തന്നെ സീരിയലില് ഇതിന് കിട്ടിയതിന് ഒരു സന്തോഷം. അതിൽ പ്രത്യേക എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നില്ല. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ളൊരു നിലയ്ക്കുള്ള ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇത് സോഫ്റ്റ്നെസ്സിൽ കൂടെ ഒരു വില്ലനിസം കാണിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. എന്തായാലും അതിന് കിട്ടിയതിൽ വലിയ സന്തോഷം. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരത്തിന് അമൃത TV ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ സ്വപ്ന ബി നായരും അർഹയായി. പ്രഭാത വാർത്ത ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ അവതരണത്തിനാണ് പുരസ്കാരം. മികച്ച സംവിധായകനും നിർമ്മാതാവിനും 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് മറ്റു പുരസ്കാരങ്ങൾ. അമൃത TVയും കോഡെക്സ് മീഡിയയും നൽകുന്ന പിന്തുണയും ടെലി സീരിയലിൽ അമൃത പുലർത്തുന്ന മേന്മയുമാണ് അവാർഡ് നേട്ടത്തിന് അർഹമാക്കിയതെന്ന് മഴയെത്തും മുൻപേ ടെലി സീരിയൽ തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്ത് പറഞ്ഞു. അമൃത TVയും കോഡെക്സ് മീഡിയയും എനിക്ക് സ്വന്തം കുടുംബം പോലെയാണ്. ആ കുടുംബത്തിലേക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന് കയറുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. കഥാവിഭാഗത്തിൽ 13 ടെലി സീരിയലുകളും 34 ടെലി ഫിലിമുകളും കുട്ടികളുടെ 10 ഹ്രസ്വചിത്രങ്ങളും 18 വിനോദ പരിപാടികളും 6 ഹാസ്യ പരിപാടികളും ഉൾപ്പെടെ 81 എൻട്രികളാണ് അവാർഡിനായി ലഭിച്ചതെന്ന് അവാർഡ് പ്രഖ്യാപനം നടത്തിയ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.